സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012945198. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവെന്ന പരാതി. ശസ്ത്രക്രിയക്കിടെ 73-കാരിയുടെ കാലിലെ ഞരമ്പ് മുറിഞ്ഞു. കാലുവേദനയെ തുടർന്നാണ് നിലമ്പൂർ ചുങ്കത്ര സ്വദേശിനി പാർവതി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. സർജറിക്ക് ശേഷം ഗുരുതരാവസ്ഥയിലായ വയോധികയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് ഞരമ്പ് മുറിഞ്ഞതായി കണ്ടെത്തിയത്. മെയ് ആദ്യവാരം ചികിത്സയ്ക്കായി എത്തിയ വയോധികയെ മെയ് 12-നാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതുവരെ പാർവതിക്ക് 3 ശസ്ത്രക്രിയ നടത്തി. നിലവിൽ കാൽ മുറിച്ചു മാറ്റേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ്. കാലിന്റെ ചലനശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ട അവസ്ഥയാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. സംഭവത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് ഡിഎംഒ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കുടുംബം ഡിഎംഒയ്ക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് റിപ്പോർട്ട് തേടിയത്. മെയ് 12-ന് രാവിലെ 7 മണിക്ക് ആരംഭിച്ച ശസ്ത്രക്രിയ കഴിഞ്ഞതിന് പിന്നാലെ 11 മണിക്ക് ഐസിയുവിൽ നിന്നും രോഗിയെ വാർഡിലേക്ക് മാറ്റിയെന്നാണ് ചെറുമകൻ രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേ ദിവസം രാത്രി 8:30-യോടെ കാലിന്റെ നിറം മാറുകയും കടുത്ത വേദനയും തണുപ്പും അനുഭവപ്പെടുകയായിരുന്നു. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ കുഴപ്പമില്ലെന്ന നിലപാടാണ് ഡോക്ടർമാർ സ്വീകരിച്ചതെന്നും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ നിർബന്ധിക്കുകയായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. ഞങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അമ്മയ്ക്ക് കാലിന്റെ വേദനയാണ് കാണിക്കാൻ പോയത്. അവര് ചെക്കപ്പ് ഒക്കെ ചെയ്തപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, ECG റിപ്പോർട്ട് ഒക്കെ കൊടുത്ത് ചെയ്യിപ്പിച്ചു. അപ്പോൾ അതിലൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓപ്പറേഷൻ്റെ ഡേറ്റ് എന്നുകൊണ്ട് 10-ാം തീയതി അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. ഈ മാസം 10-ാം തീയതി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അഡ്മിറ്റായി ഓപ്പറേഷനൊക്കെ ചെയ്ത് വാടിക്ക് 11 മണിയായപ്പോൾ രാവിലെ മാറ്റി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു എക്സ്റേ എടുക്കണം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കാൻ വേണ്ടി എക്സ്റേ എടുപ്പിച്ചു. അതിൽ കുഴപ്പമില്ലാന്ന് പറയാണ്ട് പിന്നെ വാടിക്ക് തന്നെ മാറ്റി അവിടെ കിടത്തി. പിന്നെ രാത്രി ആയപ്പോൾ കാലിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി. അത് മാറിയപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് പോയി പറഞ്ഞപ്പോൾ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആദ്യം ഐസ് കട്ടമാരിയായി കാല്, കുഴപ്പമില്ലാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടറിന് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എങ്ങോട്ടേലും കൊണ്ടുപോയിക്കോളി, നിങ്ങൾക്ക് പറ്റിയ എവിടെയാണെന്ന് വെച്ചാൽ വിളിച്ചിട്ട് കൊണ്ടുപോയിക്കോളി. പുറത്തിട്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പുറത്തുനിന്ന് സ്കാൻ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുതരാൻ പറഞ്ഞു. അപ്പോൾ ഒരു പറഞ്ഞു കൊണ്ടു വന്നാലും ഇവിടെ നോക്കാൻ ഡോക്ടർമാരൊന്നുമില്ല, ഇവിടെ പഠിക്കുന്നവർ മാത്രമേ ഉള്ളൂ, ഇപ്പോൾ സ്റ്റുഡൻറ്റ് മാത്രമേ ഉള്ളൂ, നിങ്ങൾ വേറെ എങ്ങോട്ടേലും കൊണ്ടുപോയിക്കോളിയാണ്. അപ്പോഴത്തേനും ഡോക്ടർ പോയി കണ്ട് ആംബുലൻസൊക്കെ വിളിച്ച് കോഴിക്കോട്ടേക്ക് പോകാൻ നമ്മളറിഞ്ഞില്ല. അപ്പോൾ ലാസ്റ്റ് ഒരു പറഞ്ഞു ആംബുലൻസ് താഴെ വരും, അതിൽ കയറിയാൽ മെഡിക്കൽ കോളേജിൽ ഇറങ്ങാൻ പറ്റുള്ളൂ, വേറെ എവിടെ ഇറങ്ങാൻ പറ്റില്ല, നിങ്ങൾ എന്നാലും രോഗിനെ കൊണ്ട് പോയി പറഞ്ഞു. കുറേ പേപ്പറിൽ നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് ഇവർ പോയി പറഞ്ഞു ഞങ്ങളെ വിട്ടു. അവിടെ പോയി നോക്കിയപ്പോഴാണ് ഞരമ്പ് വലത് കാലിൻ്റെ ഞരമ്പ് മേലെന്ന് മുറിഞ്ഞിട്ട് അത് മടക്കി സ്റ്റാപ്ലർ അടുക്കി വെച്ച കാര്യം സ്കാൻ ചെയ്തപ്പോൾ അവർ പറയുന്നത്. നമുക്കറിയില്ലല്ലോ, നമ്മളിത് കാലിങ്ങനെ കാണുമ്പോൾ വൈകുന്നേരം ആയപ്പോഴത് അറിയണത് കറുത്ത കാര്യമൊക്കെ. കാരണം അവിടെ എത്ര രോഗികൾ വരുന്നതാണ്, ഓരിപ്പോൾ എല്ലാവരോടും ഇതേമാതിരിയൊക്കെ കാട്ടി അങ്ങനെ വയസ്സായതാണ് എഴുതിയിട്ട് നോക്കാൻ വേണ്ടി കാര്യമുണ്ടോ. നടന്നു പോയതാണ് എൻ്റെ അപ്പം, അമ്മേൻ്റെ അമ്മയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് എത്തിയപ്പോഴാണ് ഈ ഞരമ്പ് മുറിഞ്ഞ കാര്യം ഞങ്ങൾ അറിയുന്നത്. അപ്പം നമ്മൾ അതിന് മുന്നേ നമുക്ക് അറിയില്ലല്ലോ ഞരമ്പ് മുറിഞ്ഞിട്ടാണ് ഇത് കാലിങ്ങനെ ആയതെന്ന്. കാരണം ഒരു കുഴപ്പമില്ലാതെ നടന്നു പോയതാണ്. ചെറിയ കാല് കുത്തുമ്പോൾ ചെറിയ വേദന ഉള്ളായിരുന്നു. മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഓപ്പറേഷനിൽ 10 ദിവസം മുന്നെയാണ് കൊണ്ടുപോയത്. അപ്പോൾ ഓരോ റിപ്പോർട്ട് ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ 10 ദിവസത്തിനുള്ളിൽ തന്നെ ഓപ്പറേഷൻ്റെ ഡേറ്റ് കിട്ടി. മെയ് 10-ാം തീയതിയാണ് അഡ്മിറ്റ് ആയത്. ഓപ്പറേഷൻ ഡേറ്റ് 12-ാം തീയതി. 12-ാം തീയതി രാവിലെ 7 മണിക്ക് ഓപ്പറേഷന് കയറ്റി 11 മണി ആയപ്പോൾ തന്നെ ICUവിൽ കയറ്റി ഇറക്കി വാടിക്ക് മാറ്റി 11:30 ആയത്. അന്ന് രാത്രി തന്നെയാണ് ഒരു 8-9 മണിയായപ്പോൾ കാലിന്റെ കളർ മാറി ആകെ തണുക്കുക കാല്. ഡോക്ടറുടെ പേര് സജീവ് കെട്ടി. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പരാതി കൊടുത്തില്ല. കാരണം നമ്മളിത് ഇവർ പറഞ്ഞു. പിന്നെ ഞാൻ തരാം, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇപ്പൊ അവിടെ ഉള്ള ചികിത്സയും കൂടി ചിലപ്പോൾ ഡോക്ടർമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അപ്പൊ ഇനി ഉള്ളതും കൂടി പറയേണ്ടത് എഴുതിയിട്ട് നമ്മൾ ആരോടും പരാതി പറഞ്ഞിട്ടില്ല. നിലവിൽ സ്ഥിതി ഇപ്പം 3 ഓപ്പറേഷൻ കഴിഞ്ഞു. ഇൻഷൂർ കാർഡ് ഞങ്ങൾക്ക് റെഡി ആയിട്ടില്ല. എത്രങ്ങാനും പൈസ പോയി. ഇപ്പം ഇന്നലെ 17,000 റുപ്യേൻ്റെ മെഷീൻ ഇന്നലെ വാങ്ങിക്കൊടുത്തു. അവർക്ക് നീര് വലിക്കണ മെഷീൻ വെക്കണം എന്ന് പറഞ്ഞാൽ അത് വാങ്ങിക്കൊടുത്തു. ഒരു പറയണ ഇങ്ങനെ കൊണ്ടു കൊടുക്കണ്ടേ. ഇനിയിപ്പോൾ ഇത് ശരിയാവുമെന്ന് ഒരു ഉറപ്പ് പറയില്ല. ഓരോന്ന് പറ്റിയല്ലേ. അങ്ങനെ ഇപ്പം എത്ര ആൾക്കാർ പാട് ചെയ്യണ്ടേ, എല്ലാവർക്കും ഇപ്പോൾ ഇത് പറ്റൂലേ. എത്ര ലക്ഷം രൂപ വരെ ചിലവായി? ഒരു 2 ലക്ഷം റുപ്യേൻ്റെ അടുത്തായി ഓരോ സാധനങ്ങൾ. ഫസ്റ്റ് ദിവസം ഞങ്ങൾ കാഷ്വാലിറ്റി ചെന്നിട്ട് അന്ന് ഓപ്പറേഷനിൽ തന്നെ 30,000 റുപ്യേൻ്റെ മേലെ പോയി. സാധനങ്ങൾ വാങ്ങാൻ മാത്രം, ഓപ്പറേഷൻ്റെ സാധനങ്ങൾ വാങ്ങാൻ മാത്രം. ഒരു പറഞ്ഞു ഇൻഷൂർ കാർഡിനൊന്നും തരാൻ പറ്റില്ല, ഇപ്പം നിങ്ങൾ വേറെ സ്ഥലത്ത് ഇൻഷൂർ കാർഡ് ഉണ്ടെന്ന് ഒരു തന്നില്ല.
ഇൻഷൂർ കാർഡ് അവിടുന്ന് ശരിയാക്കി തന്നില്ലേ? ഇൻഷൂർ കാർഡില് റെഡിയാക്കി തന്നില്ലേ? ചെന്നപ്പോ ഒരു ചെയ്യാൻ പറ്റില്ല ഇവിടുന്ന് നടക്കാനല്ല നീച്ചിരിക്കാൻ പറ്റില്ലാന്ന്. 5 ശസ്ത്രക്രിയകൾ നടത്തിയതായും ഇതുവരെ 2 ലക്ഷത്തോളം രൂപ ചെലവായെന്നും കുടുംബം പറയുന്നു. അതേസമയം ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ നിലവിൽ വിദേശത്തായതിനാൽ അദ്ദേഹവുമായി സംസാരിച്ച് വിശദീകരണം നൽകാമെന്നാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് അധികൃതരുടെ മറുപടി. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും പുതിയ മോഡൽ ടൈൽസുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. വിശാലമായ ഗോഡൌൺ സൗകര്യം, ടൈൽസ്, സാനിറ്ററി വെയർ, ചെട്ടിയറമ്മൽ, വണ്ടൂർ.